നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു കേളികൊട്ട് തുടങ്ങാറായി. 3 മുന്നണികളും അണിയറയിൽ ഒരുക്കമാണ്. ഈ CPM ഇപ്പോൾ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് പിറകോട്ട് പോയി എന്നുള്ളതിനെക്കുറിച്ച് അവർ പഠനം നടത്താൻ തുടങ്ങിയിരിക്കുകയാണ്. BJP അതിശക്തമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി രംഗത്ത് വന്നിരിക്കുന്നു. UDFന് വലിയ പ്രതീക്ഷയാണ്, 26-ൽ അധികാരം കിട്ടുമെന്നുള്ള ഒരു അമിത പ്രതീക്ഷയിൽ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു. ഏത് തരത്തിൽ നമുക്കിതിനൊരു മുന്നോടിയായിട്ടുള്ള വിലയിരുത്തൽ നടത്താൻ പറ്റും? CPMനെ സംബന്ധിച്ചിടത്തോളം ഇതവർ വളരെ മുമ്പേ പ്രതീക്ഷിച്ച ഒരു തിരിച്ചടിയാണ്. ഇത്രയും പ്രതീക്ഷിച്ചോ? ഇല്ല, വളരെ മുമ്പേ കഴിഞ്ഞ ശിവദീ പ്രവേശനം വന്നപ്പോഴത്തേക്ക് തന്നെ അവർ പ്രതീക്ഷിച്ച ഒരു തിരിച്ചടിയായിരുന്നു. പക്ഷേ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ അവർ എങ്ങനെയോ മാനേജ് ചെയ്ത് വന്നു. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ BJP CPM എന്തുകൊണ്ട് അധികാരത്തിൽ വന്നു എന്നുള്ളതിന് 2 പ്രധാനപ്പെട്ട ഫാക്ടറുണ്ട്. ഒന്ന്, തിരുവനന്തപുരം ജില്ലയിലെ ശ്രീ K. മുരളീധരൻ്റെ ശക്തനാവാനുള്ള ശ്രമം. അത് തിരുവനന്തപുരം ജില്ലയിലെ കോൺഗ്രസ്സിന് കിട്ടേണ്ട വോട്ടുകൾ കംപ്ലീറ്റ് ഇല്ലാതാക്കി. 2, ഈ 2020 മുന്നണി കൊച്ചിയിൽ പിടിച്ച വോട്ടുകൾ, ഇതും UDFന് വലിയ തിരിച്ചടിയായിരുന്നു. ഏറ്റവും വലിയ തിരിച്ചടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരം ഭരണമാറ്റം ഉണ്ടാവും എന്നുള്ള നിലയ്ക്ക് അടുത്ത പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ആവും എന്നുള്ള രീതിയിലുള്ള ഈ രമേശ് ചെന്നിത്തലയുടെ ഒരു ആത്മവിശ്വാസമായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടാകുന്ന ഏറ്റവും വലിയ പരാജയത്തിനൊരു കാരണം ഒരു അമിത ആത്മവിശ്വാസമായിരുന്നു. പിണറായി വിജയൻ ഏകദേശം 15ഓളം പാർട്ടികളെ ചേർത്തിട്ട് മുന്നണി വലുതാക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കേരള കോൺഗ്രസിനെ പുറത്താക്കിക്കൊണ്ട് മുന്നണി ചെറുതാക്കാനും അധികാരം കോൺഗ്രസിലും മുസ്ലിം ലീഗിലും മാത്രമായിട്ട് കേന്ദ്രീകരിക്കാനുള്ള ഒരു ശ്രമം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടന്നു. കേരള കോൺഗ്രസ് മാണി വിട്ടു പോകണമെങ്കിൽ പൊയ്ക്കോട്ടെ എന്നുള്ള രീതിയിലായിരുന്നു അവരുടെ കോട്ടയം നഗരസഭയിലെ പ്രകടനം. അന്ന് കോൺഗ്രസിൽ നിന്നത് ചോദിക്കാനും പറയാനും ഒന്നും ആരും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. ആ ഒരു ദയനീയമായ ഒരവസ്ഥയിലായിരുന്നു. ഒരു മകനും ചെയ്യാത്ത ഒരു കാര്യം അദ്ദേഹത്തിന് ചെയ്യേണ്ടി വന്നത്, അച്ഛനെ ഇത്രയും അധിക്ഷേപിച്ചവരുടെ കൂടെ പോകേണ്ടി വരുന്ന ഒരു ഗതികേട്. പിന്നെ ഒരു ഗതികേട് വന്നിട്ടുള്ളത് നമ്മുടെ KV ഗണേഷ് കുമാറിനും നികേഷിനും ഒക്കെയാണ് വന്നിട്ടുള്ളത്. സ്വന്തം അച്ഛനെ ജയിലിലാക്കിയവരുടെ കൂടെ ഇരുന്ന് ഭരിക്കേണ്ടി വരുന്നതും സ്വന്തം അച്ഛനെ വെട്ടാൻ നടന്നവരുടെ കൂടെ ഇരുന്ന് മത്സരിക്കേണ്ടി വന്നതുമൊക്കെ നമ്മൾ അങ്ങനെ 3 മക്കൾക്കാണ് ആ ഗതികേട് കേരളത്തിൽ വന്നിട്ടുള്ളത്. അതിലൊന്ന് KM മാണിയാണ്. KM മാണിയുടെ മകനാണ്. അദ്ദേഹത്തിന് ആ ഗതികേട് ഉണ്ടാക്കി വെച്ചതിന് കാരണം കോൺഗ്രസിൻ്റെ വളരെ നിഷേധാത്മകമായ ഒരു നിലപാടായിരുന്നു. അതായത് ഭരണം ഞങ്ങൾക്ക് എന്തായാലും ഉറപ്പാണ്, നിങ്ങൾ പോകണമെങ്കിൽ പെക്കോ എന്നുള്ള രീതിയിലുള്ള ഒരു ധാരണയിലാണ്. വളരെ നിസ്സാരമായ വോട്ടുകൾക്കാണ് പല മണ്ഡലങ്ങളും കഴിഞ്ഞ തവണ UDFന് നഷ്ടമായത്. അപ്പോൾ ഇത്തവണയും നമ്മുടെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം കണ്ടിട്ട് ശ്രീ VD സതീശന് അമിത ആത്മവിശ്വാസം തോന്നുകയാണെങ്കിൽ അത് എപ്പോഴും അപകടത്തിലേക്കാണ് വരുന്നത്. കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ തിരിച്ചടികളിൽ നിന്നും തിരിച്ച് ശക്തിയോടെ വരാൻ കഴിവുള്ള ഒരു പാർട്ടിയാണെന്നുള്ള കാര്യം നമ്മൾ മറക്കണം. നമ്മൾ ഏത് ഇലക്ഷൻ അനാലിസിസിൽ എടുത്തു കഴിഞ്ഞാലും 25% കേഡർ വോട്ട് കേരളത്തിൽ ഉള്ള ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇത് നമ്മൾ കണ്ടില്ലെന്നടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ 3 മുന്നണി ശക്തിപ്പെട്ട് വരുമ്പോഴത്തേക്ക് ബാക്കി 8% ആൾക്കാരെ കൂടെ നിർത്തിയാൽ മതി. 25 എന്നുള്ളത് 8% കൂടെ കൂടുമ്പോഴത്തേക്ക് 33% ആൾക്കാരെ കൂടെ നിർത്തുകയാണെങ്കിൽ CPM ഒറ്റകക്ഷിയാകാൻ അവർക്ക് സാധ്യതയുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിയമസഭ മണ്ഡലങ്ങളുടെ ഡീലിമിറ്റേഷൻ വരുമ്പോൾ സാക്ഷാൽ നമ്മുടെ ഏറ്റവും കുക്കഡായിട്ടുള്ള കേരളത്തിലെ രാഷ്ട്രീയക്കാരനായിട്ട് നമ്മൾ വിചാരിക്കുന്ന ആളാണ് ശ്രീ K. കരുണാകരൻ. ഇതിൽ K. കരുണാകരൻ്റെ മണ്ഡലം പോലെ രാത്രിക്ക് ഒലിച്ചു പോകത്തക്ക രീതിയിൽ ഒരു ഓപ്പറേഷൻ നടത്തിയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പോൾ ഓരോ മണ്ഡലങ്ങളിലും അവരുടെ താല്പര്യങ്ങൾ ജയിക്കുകയും അത് കോൺഗ്രസ് പിടിക്കുകയാണെങ്കിൽ ആ കോൺഗ്രസ് ജയിക്കാൻ സാധ്യതയുള്ള മൊത്തം സ്ഥലങ്ങളും കൂടെ ഒരു മണ്ഡലത്തിലാക്കി അങ്ങ് വിട്ടുകൊടുക്കാൻ അവർ തയ്യാറാണ്. നിയമം പോലെയുള്ള മണ്ഡലങ്ങളിൽ NDPയും UDFും ജയിക്കാതിരിക്കാൻ ഭീമാപ്പള്ളി പോലുള്ള സ്ഥലങ്ങൾ കുത്തിത്തിരികിയ പാർട്ടിയാണ്. അപ്പം അവരുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ LDFൻ്റെ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിലാണ്. അതായത് ബൂത്ത് തലത്തിൽ ആരെയൊക്കെ വെട്ടണം എന്നുള്ള കാര്യം അവർ നേരത്തെ തീരുമാനിക്കും. ഏതൊക്കെ മണ്ഡലങ്ങൾ ഏതൊക്കെ പഞ്ചായത്തുകളും കോർപ്പറേഷൻ ആക്കണമെന്ന് മുനിസിപ്പാലിറ്റി ആക്കണമെന്ന് അവർ തീരുമാനിക്കും. ആന്തൂർ എന്ന് പറയുന്ന ഒരു മുനിസിപ്പാലിറ്റി ഉണ്ട്. ഈ ആന്തൂർ മുനിസിപ്പാലിറ്റിയെ പറ്റി ആർക്കും അറിയത്തില്ല. പക്ഷേ അവിടെ ഒരു മുനിസിപ്പാലിറ്റി ഉണ്ട്. നമ്മുടെ ഒരു ഗ്രാമത്തിൻ്റെ അത്ര പോലും ഇല്ലാത്ത ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ അത്ര പോലും ഇല്ലാത്ത ഒരു മുനിസിപ്പാലിറ്റിയാണ് ആന്തൂർ മുനിസിപ്പാലിറ്റി. അത് അവരങ്ങ് ഉണ്ടാക്കി വെച്ചൊക്കെയാണ്.
അവിടെ നമ്മുടെ ഗോവിന്ദൻ്റെ ഭാര്യ മേയർ അവിടെ ചെയർപേഴ്സണായിട്ട്. അങ്ങനെ ചില ഏരിയകൾ ലയിപ്പിക്കുന്നത്, ചില പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികളാക്കിയത്, ചില പഞ്ചായത്തുകൾ വികസിപ്പിച്ചത്, ചില പഞ്ചായത്തുകൾ വെട്ടി ഒരുക്കിയത്, ഇതെല്ലാം ഇവർ ചെയ്ത ഗ്രാസ് റൂട്ട് ലെവൽ വർക്കിൻ്റെ നേട്ടങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ 25% ഉണ്ടെങ്കിൽ പോലും ഒരു 40% ഫലം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. തിരുവനന്തപുരമായിട്ട് ഒരു ബന്ധമില്ലാത്ത ചില സ്ഥലങ്ങളൊക്കെ അവർ കോർപ്പറേഷനിൽ കൂടെ ചേർത്ത് വാർഡായിട്ട് വെച്ചിട്ടുണ്ട്. നേരെ കുടിവെള്ളം പോലും ലഭിക്കാത്ത സ്ഥലങ്ങളാണ് അവർ കോർപ്പറേഷൻ വാർഡായിട്ട് തിരുവനന്തപുരത്ത് വെച്ചേക്കുന്നത്. തിരുവനന്തപുരത്ത് 101 വാർഡുകൾ വെക്കേണ്ട, ഇത്രയും വികസിപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അതിനനുസരിച്ചുള്ള വികസനം മറ്റ് വാർഡുകളിലൊന്നും വന്നിട്ടുമില്ല. പക്ഷേ അവരെ കൊണ്ട് ടാക്സ് കൂടുതൽ വാങ്ങിപ്പിക്കുന്നുണ്ട്, അവരെ കീശ വീർപ്പിക്കുന്നുണ്ട്. 40 വർഷം അവർ കോർപ്പറേഷൻ ഭരിക്കുകയും ചെയ്തു. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാന തലത്തിലുള്ള പ്ലാനിങ് അത് വളരെ ക്രൂഡായിട്ടുള്ള പ്ലാനിങ്ങാണ് അവർ ചെയ്യുന്നത്. ആ പ്ലാനിങ് നമ്മൾ മറക്കാതെ, അത് നമ്മൾ കാണാൻ മറക്കണ്ട. അപ്പോൾ തിരിച്ചു വരുമെന്ന് പറയുന്ന ഒരു കോൺഫിഡൻസ്, അടുത്ത് വീണ്ടും വരുമെന്നൊരു ഓവർ കോൺഫിഡൻസ് കോൺഗ്രസ്സിനുണ്ടെങ്കിൽ അത് അവർ മറച്ചു വയ്ക്കുന്നതാണ് നല്ലത്. കാരണം ഈ ഇലക്ഷനിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ മുസ്ലിം ലീഗിന് നശിച്ചു പോയ പ്രതാപം തിരിച്ചു വരുന്നത് മാത്രമാണ് ഈ ഇലക്ഷനിലെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. കോൺഗ്രസ്സിന് ട്രഡീഷണലായിട്ട് നേട്ടം ഉണ്ടാക്കേണ്ടിയിരുന്ന മണ്ഡലങ്ങൾ തിരുവനന്തപുരം ജില്ലയായിരുന്നു. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അവർക്ക് പിടിക്കാൻ സാധിച്ചിട്ടില്ല. കൊല്ലത്ത് ജില്ലാ പഞ്ചായത്തിലോട്ട് അവർക്ക് ഉദ്ദേശിച്ച രീതിയിൽ. പക്ഷേ ഇവർക്ക് മലപ്പുറത്തും എറണാകുളം, വയനാട്, ഇടുക്കി എന്നിവിടങ്ങളിലൊക്കെ നേട്ടം വയനാട്, ഇടുക്കി ആ ഭാഗത്തൊക്കെ നേട്ടം ഉണ്ടാക്കിയതിനകത്ത് ഞാൻ അതാണ് പറഞ്ഞത്, മുസ്ലിം ലീഗിൻ്റെ വോട്ടിന് ഒരു നല്ല പങ്കുണ്ട്. അതായത് മുസ്ലിം ലീഗിൽ നിന്ന് ഒലിച്ചു പോയിക്കൊണ്ടുവരുന്ന, മുസ്ലിം ലീഗിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പൊയ്ക്കൊണ്ടിരുന്ന പല വോട്ടുകളും ശ്രീ നടരാജ ഗുരുക്കൾ ഇടപെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഗുണം അതിനകത്തുണ്ടായിട്ടുണ്ട്. കാര്യം അദ്ദേഹത്തിന് ഒന്നുകിൽ UDF അല്ലെങ്കിൽ LDF നിന്നിട്ട് അടുത്ത അധികാരത്തിൻ്റെ ഭാഗമായിട്ട് മകനെ വാഴിക്കണമെന്നുള്ളൊരു ആഗ്രഹം പുള്ളിക്കാരനെ കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ധൃതരാഷ്ട്രയുടെ കാര്യം പോലെ ഏറ്റവും ഈ പുത്രസ്നേഹം അങ്ങ് മൂത്ത് മകൻ ഏതൊക്കെ കുഴിയിൽ ചെന്ന് ചാടിയിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിൽ. ഇനി അദ്ദേഹത്തിന് കേന്ദ്രത്തിൽ മന്ത്രിയാക്കാൻ എന്തായാലും മോഡി സമ്മതിക്കുന്നില്ലെങ്കിൽ കേരളത്തിലൊരു മന്ത്രിയാക്കാൻ സതീശനെ പിടിച്ചാലെങ്കിലും നടന്നാൽ അതിനും നരേശ ഗുരുക്കൾ തയ്യാറാവും എന്നുള്ളതിനകത്ത് സംശയമൊന്നും. കാരണം അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഈഴവർക്ക് വേണ്ടത്ര പ്രാധാന്യം UDF നൽകുന്നില്ല. ഈഴവരായിട്ടുള്ള കോൺഗ്രസ് PCC പ്രസിഡന്റുമാരെ രാവിലെ തൊട്ട് രാത്രി വരെ ചീത്ത വിളിച്ചുകൊണ്ട് നടക്കലായിരുന്നു നരേശ ഗുരുക്കളുടെ ജോലി. അപ്പോൾ ഈഴവ സ്നേഹം പറയണ്ട. ഈഴവ സമുദായത്തിൽ നിന്ന് KPCC പ്രസിഡന്റായിരുന്ന സുധീരന് ഇദ്ദേഹത്തിൽ നിന്ന് നേരിടേണ്ടി വന്ന ശകാരങ്ങളൊക്കെ നമ്മളാരും മറന്നിട്ടൊന്നുമില്ല. അപ്പം ഈഴവ സ്നേഹം എന്ന് പറയുന്നത്, അതായത് എൻ്റെ മകനും പിന്നെ ഞാനും എന്നുള്ള രീതിക്ക് പോവുകയാണ്. അതാണ് ഈഴവ സ്നേഹം എന്ന് പറയുന്നത്. ഈഴവ സമുദായത്തെ സമുദ്ധരിക്കാനൊന്നും അദ്ദേഹത്തിനെ കൊണ്ട് സാധിച്ചിട്ടില്ല. ഈഴവ സമുദായം അദ്ദേഹം പറയുന്നിടത്ത് നിന്നിരുന്നെങ്കിൽ BJP എന്നേയോ കേരളത്തിൽ അധികാരം. പക്ഷേ ഇതിപ്പോൾ നമ്മൾ UDFൻ്റെ കാര്യമാണ് പറഞ്ഞത്. പക്ഷേ BJPയും നല്ല രീതിയിൽ സ്പേസ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് തെളിഞ്ഞല്ലോ. കാര്യം കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ 11 സീറ്റുകളിൽ മുന്നോട്ട് നിന്നിരുന്ന BJP വെറും 2 സീറ്റുകളിലോട്ട് മാറി. BJP തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടിയ നിയമസഭാ സീറ്റുകളിലെ മുന്നേറ്റം നോക്കുകയാണെങ്കിൽ 2 മണ്ഡലങ്ങളിലേ വന്നിട്ടുള്ളൂ. BJPക്ക് കാര്യമായ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ സാധിക്കാത്ത ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പാണ് നടന്നിട്ടുള്ളത്. പിന്നെ BJPക്ക് എപ്പോഴും BJPയുടെ ഉത്ഭവകാലം തൊട്ട്, പഴയ ജനസംഘത്തിൻ്റെ ഉത്ഭവകാലം തൊട്ട് ഉണ്ടായിട്ടുള്ള ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില മുനിസിപ്പൽ ഏരിയകളിൽ അർബൻ, അതായത് മിഡിൽ ക്ലാസ്, അപ്പർ മിഡിൽ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് അവർക്ക് എപ്പോഴും ഒരു സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സാറ് നോക്കുകയാണെങ്കിൽ ചില മുനിസിപ്പാലിറ്റികളിൽ കുറേ സീറ്റുകളൊക്കെ അവർ നേടി വരുന്നുണ്ട്. അതിൽ കൂടുതൽ ഒരു ഭരണപരമായിട്ടൊരു വലിയ നേട്ടം ഉണ്ടാകുമെന്നൊന്നും നമ്മൾ ഇതിനകത്ത് പ്രതീക്ഷിച്ചില്ല. മാത്രമല്ല തിരുവനന്തപുരം ജില്ലയിൽ നോക്കുകയാണെങ്കിൽ അവരെ കയ്യിലിരുന്ന പല പഞ്ചായത്തുകളും അവർ ഭരിച്ചതിൻ്റെ കേമത്വം കൊണ്ടില്ലാതായിപ്പോയി. എൻ്റെ സ്വന്തം പഞ്ചായത്തായ വെങ്ങാനൂരും തൊട്ടടുത്ത പഞ്ചായത്തായ കല്ലിയൂരും ഒക്കെ 2 തെരഞ്ഞെടുപ്പിന് മുമ്പേ CPM-ൽ നിന്ന് പിടിച്ചെടുത്ത പഞ്ചായത്തുകളാണ്. ആ പഞ്ചായത്തുകളൊക്കെ അവർക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു. അപ്പോൾ അതിൽ ഭരണപരമായിട്ടുള്ള പക്വത, അതായിട്ടുള്ള ഒരു മെച്യൂരിറ്റി ഒന്നും BJPക്ക് ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ കാണിക്കാൻ സാധിച്ചിട്ടില്ല. അവരുടെ വളരെ ഡിസ്മലായിട്ടുള്ളൊരു പ്രകടനമാണ്. പിന്നെ ആകെ നമുക്ക് പറയാൻ പറ്റുന്നത് തിരുവനന്തപുരത്ത് ഭൂരിപക്ഷത്തിനോട് അടുത്തെത്തി എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ബാക്കി BJP ഈ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെന്ന് പറയത്തക്ക സാറിന് ഏതെങ്കിലും നേട്ടം പറയാൻ തോന്നുന്നുണ്ടോ? ഞാൻ നോക്കിയിട്ട് BJPയുടെ, അതായത് കേന്ദ്രത്തിൽ വന്ന അവർ വളർച്ചയും കഴിഞ്ഞ
10 വർഷങ്ങളിലുണ്ടായ ഗ്രാജുവലായിട്ടുള്ള വളർച്ച, ഈവൻ തമിഴ്നാട്ടിലുണ്ടായ വളർച്ച പോലും കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞിരുന്നത് കേരളത്തിലെ ഗ്രൂപ്പ് വഴക്ക് കാരണമാണ് BJP വളരുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഇവിടെ കേരളത്തിൽ BJP വളരണമെങ്കിൽ കേരളത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ കേന്ദ്ര ഗവൺമെൻറ്റിനെ കൊണ്ടുവരിക്കാനും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഡിപ്പെൻഡൻസി ഇല്ലാതെ തന്നെ കേന്ദ്രത്തിൻ്റെ പദ്ധതികൾ കേരളത്തിൽ കൊണ്ടുവരികയും ജനങ്ങൾക്ക് നന്മ ചെയ്ത് കാണിച്ചു കൊടുക്കുകയും വികസനം കാണിച്ചു കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നടക്കൂ. കാര്യം കേന്ദ്രത്തിൽ തമിഴ്നാട്ടിൽ നോക്കുകയാണെങ്കിൽ ലോകത്തുള്ള എല്ലാ പ്രധാനപ്പെട്ട കാർ കമ്പനികളുടെയും ഉൽപ്പാദന കേന്ദ്രങ്ങൾ തമിഴ്നാട്ടിൽ കിടപ്പുണ്ട് നമ്മളെ തൊട്ടടുത്ത്. കേരളത്തിൽ ഉള്ളതെല്ലാം പൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ BJP പോലുള്ളൊരു പാർട്ടികൾക്കാണ് കേന്ദ്ര ഗവൺമെൻറ്റിനെ സ്വാധീനിച്ച് പുതിയ പ്രൊജക്റ്റുകൾ കേരളത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈയിടയ്ക്ക് ബ്രഹ്മോസിൻ്റെ ഒരു യൂണിറ്റ് അവർ ഇവിടെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു, കാട്ടാക്കട കൊണ്ടുവരുന്നു എന്ന് പറയുന്നത്. അതേപോലെ ഇപ്പോൾ ഷിപ്പ് ബിൽഡിങ്ങിൻ്റെ യൂണിറ്റ് ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് റിപ്പയറിങ്ങിൻ്റെ യൂണിറ്റ് പൂവാറ് കൊണ്ടുവരണം എന്നുള്ള കാര്യം 10-20 വർഷത്തിന് മുമ്പേ പറഞ്ഞൊരു കാര്യമാണ്. അത് നടന്നില്ല. ഞാൻ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്തിന് അനുവദിച്ച ഒരു കേന്ദ്രീയ വിദ്യാലയം, അതിന് സ്ഥലമുണ്ടെന്ന് ഞാൻ സ്ഥലം ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അന്നത്തെ ഡിഫൻസ് മിനിസ്റ്ററായിരുന്നു, ഡിഫൻസിൻ്റെയും കൂടെ ചാർജ് ഉണ്ടായിരുന്ന O രാജഗോപാലിന്. പക്ഷേ സമയത്തിന് ഇടപെടാത്തതുകൊണ്ട് ഇതെല്ലാം തമിഴ്നാട്ടിലോട്ട് പോയി. കേരളത്തിന് കിട്ടേണ്ടതെല്ലാം നമ്മൾ ഉപയോഗിക്കാതെ വരുമ്പോഴത്തേക്ക് അത് അടുത്ത സ്റ്റേറ്റുകളിലോട്ട് പോവുകയും നമ്മൾ വീണ്ടും പഴയ സ്ഥലത്ത് തന്നെ നിൽക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. BJPക്ക് എന്തെങ്കിലും ഒരു പ്രസ്റ്റീജിയസ് പ്രോജക്റ്റ് കഴിഞ്ഞ 13 വർഷത്തിനിടയ്ക്ക് കേരളത്തിൽ കൊണ്ടുവന്നു കാണിക്കാനൊന്നുമില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തിരിച്ചടിയായിരിക്കും കിട്ടുന്നത്. തീർച്ചയായിട്ടും അടുത്ത 41 ദിവസത്തിനകത്ത് പ്രധാനമന്ത്രി കേരളത്തിൽ വരുമെന്നും പുതിയ കുറേ പ്രൊജക്റ്റുകൾ പ്രഖ്യാപിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കേരളത്തിന് വേണ്ടിയിട്ട് എന്താണ് അവരുടെ വികസിത കേരളമെന്ന് ശ്രീ രാജീവ് ചന്ദ്രശേഖർ പറയുന്നതല്ല. അത് വികസിത കേരളത്തിൽ എന്തൊക്കെ വേണം എന്നൊരു ചർച്ച ഇതുവരെ നടന്നിട്ടില്ല. എന്തൊക്കെ നമുക്കില്ലാത്തത്, എന്താ നമുക്ക് കേരളത്തിൽ ഒരു ടെക്നോ പാർക്കും ഒരു ഇൻഫോ പാർക്കും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കി 12 ജില്ലകൾ കിടക്കുന്നുണ്ട്. അവിടെയൊക്കെ IT വികസനത്തിന് എന്താണ് നമ്മൾ ചെയ്തിട്ടില്ല? ഒന്നും ചെയ്തിട്ടില്ല. പുതിയ റെയിൽവേയുടെ കുറച്ച് വിപുലീകരണത്തിൻ്റെ പ്രൊജക്റ്റ് വരുന്നുണ്ട്, അത് പോയിട്ട് പുതിയ പാതകളൊന്നും വരുന്നില്ല. തിരുവനന്തപുരം കന്യാകുമാരി പാത ഇരട്ടിപ്പിന് വേണ്ടിയിട്ട് എടുത്തിട്ടിട്ട് വർഷങ്ങളായി ഒന്നും നടന്നില്ല. അദ്ദേഹം മത്സരിക്കാൻ പോകുന്ന നേമം നിയോജക മണ്ഡലത്തിനകത്ത് നേമം സ്റ്റേഷൻ തന്നെ ഏറ്റെടുത്തിട്ട് ഏകദേശം 30 വർഷത്തോളമായി സ്ഥലം ഏറ്റെടുത്തിട്ട്. ഇപ്പോഴും അവർ പറയുന്ന സംസ്ഥാന സ്ഥലം ഏറ്റെടുക്കുന്നില്ല. ഈ റെയിൽവേയിൽ ഉള്ള സ്ഥലത്ത് വികസനം നടക്കുന്നില്ല. റെയിൽവേക്ക് നല്ലൊരു ആശുപത്രി ഇല്ല. അപ്പോൾ അടിസ്ഥാന വികസനത്തിൽ കേരളത്തിൽ BJP പുറകോട്ട് നിൽക്കുകയാണെങ്കിൽ, അതായത് ഭരിക്കുന്ന എപ്പോഴും UDF LDF ആണ്, അതുകൊണ്ട് ഞങ്ങളും പുറകോട്ട് നിൽക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്നും 3-ാം സ്ഥാനത്ത് നിൽക്കാനേ പറ്റും.